ഹലോ ഫ്രണ്ട്സ്, MN ക്രിയേഷൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തലശ്ശേരി ദം ബിരിയാണി എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു നോമ്പ് തുറയുടെ സമയത്ത് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ബിരിയാണി പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, കൂടാതെ കാശ്മീരി ചില്ലി പൗഡർ നല്ലൊരു കളറും അധികം സ്പൈസിനെസ്സൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആഡ് ചെയ്യുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ലേശം കൂടുതൽ നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മസാലതിനേക്കാളും കൂടുതൽ കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിനുശേഷം ഗരം മസാല, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഇതിന് വേണ്ടത്ര സാൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബേസ് ഇട്ടിട്ട് നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല രീതിയിൽ മസാലയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ആൻ അവർ നമുക്ക് ഈ മസാല തേച്ച് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ നല്ല രീതിയിൽ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. കുറച്ച് ഒനിയൻ നല്ല രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് ഒനിയൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം മുകളിലൊക്കെ ഇടാനായിട്ട്. പിന്നെ കൂടാതെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അതിനായിട്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഒനിയൻ നല്ല രീതിയിൽ ഓയിൽ തിളച്ച് വരുമ്പോൾ ഒനിയൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒനിയൻ നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. നല്ല രീതിയിൽ ഫ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓനിയൻ ഈ ഒരു രീതിയിൽ നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റിയെടുത്ത് വെക്കാം. ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് മാറ്റി ഒന്ന് വിരിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഗാർണിഷിൻ്റെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് പോവാം. ആദ്യം പാത്രം വെച്ചിട്ട് നന്നായിട്ട് സ്റ്റവ് കത്തിച്ചതിന് ശേഷം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് ഓയിലൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2-3 പീസ് ഏലക്കയും കറുകപ്പൊട്ടയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മളിവിടെ. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുകയാണ്. നമ്മളെടുക്കുന്ന റൈസിന് പാകമായിട്ടുള്ള വെള്ളം എത്രയാണോ, നിങ്ങൾ എടുക്കുന്ന റൈസിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കൂടാതെ ഇപ്പം സാൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാൾട്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം നന്നായി തിളച്ച് വരുന്നതിന് ശേഷം റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം. നമുക്ക് റൈസ് റെഡി ആകുമ്പോഴത്തേക്ക് നേരത്തെ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഓയിൽ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്.
ചിക്കൻ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഈ ഒരു ഗോൾഡൻ കളറിൽ ആയി വരുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. ഓക്കെ, ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല പ്രിപ്പയർ ചെയ്യാൻ പോകാം. കുറച്ച് ഒരു 5-6 ഓനിയൻസ് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിലിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ച ഓനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓനിയൻസ് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നല്ല രീതിയിലൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ടാണ്. മസാലയ്ക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. നല്ല രീതിയിൽ സോട്ട് ചെയ്ത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി നല്ല രീതിയിൽ പേസ്റ്റാക്കിയ കുറച്ച് പേസ്റ്റ്, പിന്നെ കുറച്ച് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗരം മസാല, നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിനാവശ്യമുള്ള സാൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിൽ ബിരിയാണിക്കൊക്കെ കിട്ടുന്ന പോലത്തെ മസാല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നല്ല വെല്ലായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ മിക്സ് ആയിട്ട് ഈ ഒരു രൂപത്തിലായി വരുമ്പോൾ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ബിരിയാണി മസാല തയ്യാറായതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടെടുത്ത് നല്ല രീതിയിൽ മസാല മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ചിക്കൻ മസാലയിലൊക്കെ നല്ല രീതിയിൽ മിക്സായി റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന റൈസ് എന്തായി നോക്കാം. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി നല്ല നെയ്ച്ചോറായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ. റൈസ് കുഴയ്ക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ആവശ്യമുള്ള നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി പാലിൽ ലേശം ഒന്ന് മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കുകയാണ്. അത് വേറെ ഒന്നുമില്ല, റൈസിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇട്ടതിന് ശേഷം കുറച്ച് റൈസ് മാറ്റി ബിരിയാണി പീസ് വെച്ചതിന് ശേഷം മുകളിൽ റൈസ് ഇട്ടിട്ട് ദം ചെയ്യാൻ പോവാണ്. റൈസ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഏറ്റവും ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻസും അതുപോലെ കിസ്മിസും കാഷ്നട്ടൊക്കെ മുകളിൽ ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇനി സെർവ് ചെയ്യാനായിട്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തി പുതിയ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക.